കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പാനകം വഴിപാടിനെ പറ്റിയാണ് പറയുന്നത്. പാനകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചുക്ക്, പിന്നെ ശർക്കര, ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്, കുടിക്കാവുന്നതാണ് പാനീയം. അത് ശരിക്കും നമ്മൾ ആ ഒരു വഴിപാട് ചെയ്യുന്നത് നരസിംഹമൂർത്തിക്കായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പണ്ടും പറയാറുണ്ട്, കോന്നിക്കര മണ്ണത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് പാനകം എന്നുള്ളത്. അപ്പോൾ അതുപോലെ പല അമ്പലങ്ങളിലും നരസിംഹമൂർത്തിയുടെ അമ്പലത്തിൽ ഉള്ള ഒരു പ്രധാന വഴിപാടാണ് പാനകം. അപ്പോൾ പാനകം വഴിപാട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി നമ്മുടെ എനർജീനെ ക്ലിയറാക്കി പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ ഇത് വളരെ സഹായിക്കും. തുടർച്ചയായിട്ട് നമ്മൾ പാനകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ പാനകം വഴിപാടിൻ്റെ പ്രസാദം വാങ്ങിയിട്ട് അത് സേവിക്കും വേണം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുബാധ, അതാണ് നെഗറ്റീവ് എനർജി എന്ന് നമ്മളിപ്പോൾ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. ശത്രുബാധേനെ പറയുന്ന പേരാണ് നെഗറ്റീവ് എനർജി. അപ്പോൾ ശത്രുബാധ, അതുപോലെ തന്നെ കരിങ്കണ്ണ്, പ്രാക്ക്, കൂടോത്രം, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു റിലാക്സ് വന്നു ചേരും. അതുമാത്രമല്ല, ഈ വഴിപാട് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ശരിക്കും ഹിരണ്യകശിപുവിനെ കൊല്ലാനായിട്ടാണ് നരസിംഹമൂർത്തി അവതരിക്കുന്നതെന്ന് നമ്മൾ അവതരിച്ച കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹിരണ്യകശിപുവിനെ കൊന്നതിന് ശേഷം ഈ നരസിംഹമൂർത്തിയുടെ ഉഗ്രകോപം അടങ്ങാൻ വേണ്ടിയിട്ട് പാനകം എന്ന ആ പാനീയം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോപം പോയി, അദ്ദേഹം വളരെ തണുത്തു, ശാന്തനായി എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഇത്ര ഉഗ്ര രൂപത്തിൽ നിൽക്കണ ആ രൂപത്തെ നമ്മൾ പാനീയം കൊണ്ട്, പാനകം എന്ന വഴിപാട് കൊണ്ട് നമ്മൾ അത്രയും കോപം അടക്കാനായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആംഗ്രി അത് മാറി അദ്ദേഹത്തെ തണുപ്പിക്കാനായിട്ടാണ് ഈ പാനകം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനായാലും ഇതിന് ഒരുപാട് ഗുണങ്ങളാണ് ഈ പാനകം വഴിപാട് കൊണ്ട്. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണിത് പറഞ്ഞത്. ഇതിലൊക്കെ എത്രത്തോളം സത്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വഴിപാടിന് വളരെ ഫലമുണ്ടെന്ന്, നിശ്ചയമായ ഫലമുണ്ടെന്ന് എനിക്കറിയാം. നരസിംഹമൂർത്തിയുടെ പ്രധാന വഴിപാടാണ് പാനകം. ഇപ്പോൾ പാനകം നമ്മൾ സേവിക്കണോണ്ട്, ഇപ്പോൾ നമ്മൾ തുടർച്ചയായി പാനകം സേവിക്കണം, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ചൂട് പോയിട്ട്, നമ്മുടെ ശരീരം ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ തണുപ്പിക്കാനായിട്ട്, ഉള്ളു തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ദഹനശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു പാനീയമാണ്. വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാവാനും, അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിനായാലും അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാവാനും എല്ലാം കൊണ്ടും നല്ല ഒരു പാനീയമാണ് പാനകം. അതുപോലെ ഉത്തമ വഴിപാടുമാണ് നരസിംഹമൂർത്തിക്ക്. ദേവതകളെ തണുപ്പിക്കുന്ന ഒരു പാനീയമാണ്. അവരുടെ ആ ഒരു ആംഗ്രിനെസ്, ആങ്കർ, അതിനെ തണുപ്പിക്കുന്ന ഒരു പാനീയമാണ്. അവരുടെ ആ ദേഷ്യം പോയിട്ട് അവർ ശാന്തമാക്കുന്ന ഒരു വഴിപാടാണ് ശരിക്കും, പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയുടെ വഴിപാടാണ് പാനകം എന്ന് പറയുന്നത്. അപ്പോൾ പാനകം വഴിപാട് നിങ്ങൾക്ക് തോന്നുകയാണ് ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, എപ്പോഴും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ നെഗറ്റീവായി തന്നെ ചിന്തകൾ വരികയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നരസിംഹമൂർത്തിക്ക് പാനകം വഴിപാട് ചെയ്തിട്ട് ആ വഴിപാടിന് കിട്ടുന്ന പ്രസാദം സേവിക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇഫക്റ്റീവായിരിക്കും. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് ആ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു പാനീയമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് സേവിക്കുക, പാനീയം പാനകം വഴിപാട് നടത്തിയിട്ട് പാനീയം സേവിക്കുക. അത് വളരെ ഇഫക്റ്റീവാണ്. പിന്നെ തുടർച്ചയായിട്ട് പാനകം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട്, അപ്പോൾ പാനകം എന്ന് പറഞ്ഞ വഴിപാട് വളരെ ചെറിയ പൈസയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ
തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വർഷം അടുപ്പിച്ചൊക്കെ ചെയ്യുന്നതിനൊക്കെ വിശേഷ ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്ന, ഇപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പൂജ നടത്തുമ്പോൾ എത്ര വരും അതുപോലെയൊക്കെയാണ് ഇപ്പോൾ ജന്മനക്ഷത്ര പൂജയ്ക്ക്, അതോ അത്ര തന്നെ വരുള്ളൂ ഒരു മാസത്തെ പാനകത്തിനും. അങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ മാസവും പാനകം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.